ഈ മാനസിക രോഗങ്ങളെക്കുറിച്ച് ആയുർവേദം പറയേണ്ടതാണ്. അപ്പോൾ ഭ്രാന്തായി മാറിയ അവസ്ഥകളെ മാറ്റാൻ കഴിയുമോ? അതൊക്കെ ശരീരത്തിൽ വേദനകളായിട്ട് ശരി. സ്ട്രെസ്സ് മൂലമാണ് ആൾക്കാർ. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫിന് എന്തെല്ലാം മാർഗങ്ങളാണ് ആയുർവേദത്തിലുള്ളത്? നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഒബേസിറ്റിയാണ്. നമസ്കാരം. നമ്മളൊരു കൊമേഴ്ഷ്യൽ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണിത്. സാധാരണ നിന്ന് വ്യത്യസ്തമായി ഒരു കൊമേഴ്ഷ്യൽ പോഡ്കാസ്റ്റാണിത്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഫസ്ന അറക്കൽ, ആയുർവേദ ഫിസിഷ്യനാണ്, തരുണി ആയുർ ലോഞ്ചിൻ്റെ ഉടമയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ആയുർവേദത്തിൽ വലിയ വിവരമൊന്നുമില്ല. പക്ഷേ ഇതൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര വിവരമൊന്നും വേണ്ട. നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരു കുട്ടിയെപ്പോലെ ചോദിക്കുക എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു രീതി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു സംശയം, ഇപ്പം ഈ ആയുർവേദം എന്ന് പറയുമ്പം എന്താണ് അടിസ്ഥാനപരമായ ആയുർവേദം? എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുഷോ വേദം ആയുർവേദം. ആയുർവേദത്തിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡെഫിനിഷൻ അതാണ്, ആയുഷോ വേദം ആയുർവേദം. ആയുസ്സിൻ്റെ ഒരു വേദം. ഒരുപാട് വേദങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഋഗ്വേദം, ഋജുവേദം, അങ്ങനെ കുറേ വേദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആയുസ്സിനെ കുറിച്ചിട്ടും ആയുസ്സിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരാൾ സ്വസ്ഥനായിട്ട്, അതായത് ആരോഗ്യത്തോടെ ഒരസുഖങ്ങളും ഇല്ലാതിരിക്കുക, ഇനി ഒരാൾക്ക് അസുഖം വന്ന് അതിനെ ഏത് രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വേദമാണ് എന്ത് ആയുർവേദം. അങ്ങനെ ഇറക്കപ്പെട്ട ഒരു വേദമാണ്, അതാണ് ആയുർവേദം. ആയുർവേദത്തിൽ നമ്മൾ ഒത്തിരി അതിൻ്റെ ഓരോരോ കൺസെപ്റ്റുകളും ആസ്പെക്റ്റുകളും കുറേ വരുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ തീരില്ല. അതിനുകൊണ്ടാണ് ഞാൻ ഒരു ആയുസ്സിൻ്റെ വേദം എന്ന് ചുരുക്കിയിട്ടുള്ള ആ ഒരു ഡെഫിനേഷൻ അത്ര ഇഷ്ടപ്പെട്ട് പറയുന്നത്. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീൽഡ് ഓഫ് സ്റ്റഡി മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നാട്ടും പുറത്തൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ വീണാൽ ഒഴിയാൻ വേണ്ടി കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇപ്പം പനി വന്നാൽ, ഹൃദയാഘാതം വന്നാലൊന്നും ആരും ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. അപ്പം ഏതൊക്കെ മേഖലകളാണ് ശരിക്കും ആയുർവേദത്തിനുള്ളത്? അതിൻ്റെ ഒരു ബ്രീഫ് പറയാമോ? ആയുർവേദത്തിൽ പറഞ്ഞാൽ മുന്നത്തെ ഒരു സമയത്ത് നമ്മളിപ്പം അലോപ്പതി ഫീൽഡ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല. അന്നൊരു തലമുറ മുഴുവൻ നിലനിന്നിരുന്നതും അവർ ചെയ്തുകൊണ്ടിരുന്നതും എന്തായിരുന്നു? ആയുർവേദം തന്നെയായിരുന്നു. ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ശാസ്ത്രശാഖകളായിട്ട് തന്നെ ഒത്തിരി ഉണ്ട്. അപ്പം അതിലിപ്പോൾ നമ്മൾ മർമ്മം വരുന്നുണ്ട്, ആയുർവേദം വരുന്നുണ്ട്. അതായത് മർമ്മം ആയുർവേദത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെങ്കിൽ പോലും മർമ്മം കളരി ചികിത്സ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു രീതിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിദ്ധ മെഡിസിൻസ്, ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു ഇപ്പോഴത്തെ ഒരു ആയുഷ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൽ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ്. ആ രീതിയിൽ പാരമ്പര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു തലമുറയിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം അതിനെന്തായി, നമ്മളൊരു കരിക്കുലായിട്ടും അതൊരു സ്റ്റഡി ആയിട്ട് അതിൻ്റെ എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള പഠിച്ചിറങ്ങുന്ന ആയുർവേദ ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. അതായത് മോഡേൺ സയൻസും അതിൻ്റെ കൂടെ നമ്മുടെ ആയുർവേദം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പോകുന്നത്. കാരണം മുന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് ഒന്നുമില്ല. നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ദർശനം, സ്പർശനം, പ്രശ്ന ഈ പരീക്ഷേത രോഗിണം എന്നാണ് പറയുന്നത്. അതായത് കണ്ടിട്ട്, തൊട്ടിട്ട്, അതേപോലെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ രോഗിയെ പരിശോധിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നമുക്ക് എന്തുണ്ട്, ഒത്തിരി ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളായിട്ടും സ്കാനിങ്, MRI, അങ്ങനെയുള്ള എക്സ്റേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് എന്താണെന്നുള്ള രോഗം അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ദോഷ ലെവലിലൊക്കെയാണ്, കാരണം മൈന്യൂട്ട് ഓരോ ആസ്പെക്റ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെൽ തിയറി പറയുന്ന പോലെ സെൽസ്, മൈക്രോസോം, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ലെവലിലേക്ക് പറയുന്നുണ്ടല്ലോ, ജീനോമിക് ആയിട്ടുള്ളത്. ഇതിൽ ആയുർവേദത്തിൽ പറയുന്ന നമ്മൾ ദോഷങ്ങൾ, ധാതുക്കൾ, അതേപോലെ പഞ്ചമഹാഭൂതങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എവിടെയാണ് ആ ഒരു രോഗിയിലൊരു അസുഖം വരുമ്പോൾ, ഇപ്പം സാറ് ചോദിച്ചു പനിയുടെ ചോദിച്ചു. അപ്പോൾ ഈ പനി വരുമ്പം ഏത് ധാതു ലെവലിലാണ് അത് ആക്ട് ചെയ്തിട്ടുള്ളത്,
ജ്വരം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ ആയുർവേദത്തിലുണ്ട്. പനിക്ക് വേണ്ടി. പനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു അധ്യായം പറഞ്ഞിട്ടുണ്ട്. ജ്വരം എന്ന് പറഞ്ഞാൽ ജ്വര ചികിത്സ എന്ന് പറഞ്ഞിട്ട്, ജ്വര നിദാനം എന്ന് പറഞ്ഞിട്ട്, ജ്വരത്തിൻ്റെ നിദാനം തന്നെ ഒരു വലിയൊരു ടോപ്പിക്കാണ്. നിദാനം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ. അതായത് ഓരോ അസുഖത്തിനും നിദാനങ്ങൾ പറയുന്നുണ്ട്, കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് വരുന്നതിൻ്റെ മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങൾ, ആവുമ്പം കാണിക്കുന്ന ലക്ഷണങ്ങൾ, പിന്നീട് അതുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സകൾ. ഓരോ അസുഖങ്ങളും ആയുർവേദത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പൂർവ്വരൂപം, രൂപം, പിന്നെ അതിൻ്റെ ചികിത്സ, ആ രീതിയിലാണുള്ളത്. അപ്പോൾ എന്ന പോലെ നമുക്ക് പനി കുറേ ടൈപ്പ് പനികളുണ്ട്. അപ്പോൾ അതിൽ ഏത് പ്രോമിനൻസ് ആണുള്ളത്, എവിടെയാണ് അതിൻ്റെ ഇത് കൂടിയിട്ടുള്ളത്, എവിടെയാണ് കുറഞ്ഞിട്ടുള്ളത്, ധാതു ലെവലിലേക്ക് നോക്കുമ്പോൾ എന്നിട്ടാണ് അതിന് ചികിത്സ. എല്ലാവർക്കും ഒരേ അസുഖം ഒരേ ചികിത്സ, ആ ഒരു കൺസെപ്റ്റ് അല്ല ആയുർവേദത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ പനിക്ക് പറയുന്ന മരുന്നുകളാണെങ്കിൽ ഇപ്പോൾ പാരസിറ്റമോൾ ടെമ്പറേച്ചർ കുറക്കുമെന്ന് പറയുന്ന രീതിയിൽ ആയുർവേദത്തിൽ അങ്ങനെ ഇന്ന മരുന്നാണ് അത് പനിക്കാണ്, ആ രീതിയിൽ അത് കുറക്കും. അങ്ങനെയല്ല. ഒരു അസുഖം അത് ഒരു രോഗിയിൽ അത് എങ്ങനെയാണോ ആ രോഗിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിനെ കുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് സമയമെടുക്കും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അലോപ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പനിയാണെങ്കിൽ പാരസെറ്റമോള്, അങ്ങനെ ഒരു ഫിക്സ്ഡ് രീതി ഉണ്ടല്ലോ. ആ ഒരു ഇത് ആയുർവേദത്തിന് ഇല്ല എന്നാണ്. ഇല്ല. അപ്പോൾ ആയുർവേദം അതിന് ചികിത്സിക്കുന്നത് ഒരു കോസിനെയാണ്, എന്ന് പറഞ്ഞാൽ കാരണത്തെയാണ് ആയുർവേദം ചികിത്സിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കുമ്പോഴേ ഇപ്പം ഭയങ്കരമായി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇപ്പം ആയുർവേദം ഇടപെടുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് വെൽനസ് ഭയങ്കര ഇൻഡസ്ട്രിയായി വരികയാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടം, ആയുർവേദം റിവൈവ് ചെയ്യുന്നൊരു സമയമാണല്ലോ. നേരത്തെ ഒരു ആയുർവേദമൊക്കെ ആൾക്കാർ പോകാതിരുന്നിടത്തുനിന്ന് ഇപ്പം അലോപ്പതി ആശുപത്രികൾ വരെ വെൽനസ്സിന് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വെൽനസ്സിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡുകൾ? വെൽനസ്സിൽ എന്താണ് ശരിക്കും വെൽനസ് എന്ന് പറയുന്നത്? വെൽനെസ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ വലിയൊരു പൊട്ടൻ്റ് ഏരിയയാണ് എന്ത്? സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം. അതായത് ഒരു അസുഖമില്ലാത്ത ഒരാളുടെ ആ അസുഖമില്ലാത്ത അവസ്ഥയെ രക്ഷിക്കുക എന്നുള്ളത്. അതായത് സ്വസ്ഥത സംരക്ഷിക്കുക. നമ്മളെല്ലാവരും അസുഖമാകുമ്പോഴാണ് എന്തിന് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത്. അസുഖമില്ലാത്ത ഒരാൾ അപ്പം ഒരുപാട് ആ ഒരു കൺസെപ്റ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ റീജുവനേഷൻ, അതായത് ഒരു ഏജിങ്, ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവർക്കും ഇപ്പം ഭയം ഏജിങ് ആണ്. എല്ലാവരും ഭയപ്പെടുന്നത്, വയസ്സാകുന്നത് ഭയപ്പെടുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അസുഖമില്ലാത്തൊരവസ്ഥ, ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ക്യാഷൊക്കെ നന്നായിട്ട് സമ്പാദിക്കും, അത് കഴിഞ്ഞിട്ട് അതൊന്ന് ആസ്വദിക്കുന്ന ഒരു ലെവലിലെത്തുമ്പോഴേക്കും അവർ രോഗിയായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇൻഷുറൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഹൈ പീക്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങും സെയിൽ. കാരണം എല്ലാവർക്കും അറിയാം ഈ ഒരു ലെവലിൽ എത്തിയാൽ ഞാൻ ഇന്ന രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ഇത്രയൊക്കെ എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടൊന്ന് ആരോഗ്യം സംരക്ഷിച്ചൂടാ? ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അവരെന്തെന്ന് വെച്ചാൽ അത്രയും സമയം ഒരു ദിവസം ഒരു 24 hours ഹെൽത്തിന് വേണ്ടിയിട്ട് എത്ര സമയം മാറ്റിയേക്കുന്നുണ്ടെന്ന് വെച്ചാൽ പലർക്കും കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ രീതിയിലുള്ളത്. ഇപ്പം നമ്മൾ കൺസെപ്റ്റുകൾ ഇത് നോക്കുമ്പോൾ ജിമ്മിന് ഞാൻ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരേ രീതിയിലാണ്. എല്ലാവർക്കും ഒരേ രീതിയിലാണോ വേണ്ടത്? അല്ലല്ലോ. ഓരോരുത്തരുടെ ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ് വ്യത്യാസമില്ലേ? അപ്പം എല്ലാവർക്കും ഉള്ളത് മസിലാണ്. ഓക്കെ, ആ മസിലിൻ്റെ ബൾക്ക്നെസ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ തിക്നെസ്, അതിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ അതെല്ലാം മാറ്റില്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ബോഡി ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഹെൽത്ത് മെയിൻ്റനൻസ് എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ഒരു ഏരിയയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെയുണ്ട് വെൽനെസ് എന്നുള്ളത്. ഈ വെൽനെസ്സും എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെൽനെസ് ഉള്ളത്. വെൽനെസ്സിന് കൊടുക്കുന്ന ഒരു നിർവചനം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന നമ്മളൊരു ആ ഒരു മാനം ഇല്ലേ, അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അതും ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ അത് പറഞ്ഞിട്ടുള്ളത് ആയുർവേദത്തിലാണ്. അപ്പം നമ്മളിപ്പം അവരുടെ രീതിയിൽ ആ വെൽനെസ്സിൽ അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, കാരണം ഒരു ആയുസ്സിനെ മൊത്തത്തിൽ പറയുന്ന ഒരു ശാസ്ത്രത്തിൽ അത് അവർക്ക് ഇപ്പം ഒരാൾക്ക് വെൽനെസ് എന്നുള്ളത് ഒരു ഹെയർ വെൽനെസ് ആയിരിക്കും. നമ്മൾ സ്കാൽപ്പ് ക്ലിയർ, അപ്പം ഹെയർ എന്ന് പറയുമ്പോൾ അവർക്ക് തിക്കായിട്ടുള്ള ഹെയർ വേണ്ടി വരും, അവരുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് വേണ്ടി വരും, നല്ല കളറായിട്ട് വേണ്ടി വരും, അവർ കാണുമ്പോഴുള്ള ആ ഒരു നാച്ചർ. അപ്പം അത് ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. പിന്നെ ഒരാളുടെ ഒരു ഫേസ് വെൽനെസ് എന്നുള്ളത് അയാൾക്ക് മുടി കൊഴിയാതിരുന്നാൽ മതി. അതിൻ്റെ പ്രത്യേകിച്ച് ഭംഗികളൊന്നും ഞാൻ മുടി സിമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ.
പ്രത്യേകിച്ച് അതിൻ്റെ ഭംഗികളിലൊന്നും ആളുകൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള വെൽനെസ് കൺസെപ്റ്റിനനുസരിച്ച് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാൻ ആയുർവേദത്തിൽ നല്ലൊരു ഏരിയ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മൾ എണ്ണ തേക്കുന്ന പൊതുവെ ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉച്ചിലിന് കെട്ടലിന് ഒക്കെയാണ് ആയുർവേദത്തിൽ പോകുന്നത്. ഈ എണ്ണ തേക്കുന്നതിലെന്ന് പറഞ്ഞാൽ ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് അഭ്യംഗമാചരേ നിത്യം സജരാശ്രമവാദ എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ഇട്ടിട്ട് ഒഴിയുന്നതിന്. അത് ചിലർക്ക് വലിയ ഇപ്പം കാണുന്ന രീതിയിലുള്ള വലിയൊരു ഹൈഫൈ മസാജൊന്നും വേണ്ട. നോർമലി നമുക്ക് ഡെയിലി ഒരു ഇത്തിരി എണ്ണ ഇട്ടിട്ട് ഒന്ന് എണ്ണ ഇട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ, എണ്ണ എന്ന് പറയുമ്പം ഈ ഒരു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് എണ്ണകളുണ്ട്. പിന്നെ കോമ്പിനേഷൻസ് ഉണ്ട് മെഡിസിൻസിൻ്റെ. അതായത് നമ്മൾ ഒരുപാട് മെഡിസിൻസ് വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി എണ്ണയിലേക്ക് എത്തിച്ചിട്ടുള്ള മെഡിക്കേറ്റഡ് ഓയിലുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് എണ്ണയാണോ അത് ശരിക്കും ഒരു ആയുർവേദ ഫിസിഷ്യനെ കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ആ എണ്ണ തേച്ചിട്ട് നമ്മളൊന്ന് കുളിക്കുക. ഇനിയിപ്പം ഡെയിലി പറ്റുന്നില്ല, ഇടയ്ക്കൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ജരാനരകളെ തടയുന്ന ഒന്ന് പറയുന്നിട്ടുള്ളത്. ജരാനര എന്നാൽ ഏജിങ്, ആ ഒരു ഏജിങ്. പിന്നെ ശ്രമം, നമ്മൾ ക്ഷീണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തടയും. പിന്നെ വാതരോഗങ്ങൾക്ക് പറയുന്നുണ്ട് ഈ എണ്ണ ഇട്ടിട്ടുള്ള ഒരിത്. അതുപോലെ ഓരോ കാര്യങ്ങളും ആയുർവേദത്തിൽ നമ്മൾ ദിനചര്യ ഋതുചര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇതുണ്ട്. ദിനചര്യ പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ എണീക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ എന്ന് പറഞ്ഞാൽ. അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മമുഹൂർത്തം നമ്മൾ അതായത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു 3 യാമം മുന്നേ ആ ഒരു സമയം നമ്മൾ ഏർലി മോർണിംഗിൽ എണീക്കുന്നതിൻ്റെ ഉത്തിഷ്ഠ നമ്മൾ എണീക്കുന്നത്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വസ്ഥനായിട്ടുള്ള ഒരാൾ, രോഗിനോട് ആ സമയത്ത് എണീക്കണം എന്ന് പറഞ്ഞിട്ടില്ല. രോഗമില്ലാത്ത ഒരാൾ അവരുടെ ആയുസിൻ്റെ രക്ഷാർത്ഥം ആ സമയത്ത് എണീക്കണം എന്നാണ്. അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പല്ല് തേക്കാൻ പറയുന്നുണ്ട്, ദന്തധാവനം. പല്ല് തേക്കാൻ കബളം, വായ ഡെയിലി കൊപ്പിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അഞ്ജനം എഴുതാൻ പറയുന്നു, കണ്ണ് എഴുതാൻ പറയുന്നുണ്ട്. കണ്ണിന്റെ നേത്ര സംരക്ഷണത്തിന് നമ്മൾ അതായത് നമ്മൾ ചക്ഷുസ്തേജോമയം തസ്യ വിശേഷ ശ്ലേഷ്മണോഭയം എന്നാണ്. അതായത് കണ്ണല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നന്നായി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ സംരക്ഷണം പ്രത്യേകം നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ട്, സാറ് സ്പെക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നേത്ര സംരക്ഷണം ചെറുപ്പത്തിലേ വരാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ചെറുപ്പം മുതലേ നേത്ര സംരക്ഷണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഓറിഫൈസുകളും നമ്മൾ എല്ലാ ഓറിഫൈസ്, മൂക്ക്, കണ്ണ്, വായ, ചെവി, പിന്നെ മലദ്വാരം, ഇങ്ങനെ എല്ലാ ഓറിഫൈസസുകളെയും നമ്മൾ ഇതാക്കണം. അതുപോലെ തന്നെയാണ് സ്കിന്നിലുള്ള നമ്മൾ സ്വെറ്റ് ഗ്ലാൻഡ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ കുളിക്കാൻ പറയുന്നുണ്ട്, കുളിക്കണ രീതി പറയുന്നുണ്ട്, ഏത് വെള്ളത്തിൽ കുളിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയുർവേദത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം ആയുർവേദത്തിൻ്റെ, ഒന്ന് ചുരുക്കി പറയാമോ? അപ്പോൾ ആയുർവേദ ജീവിതം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഭക്ഷണം അടക്കമുള്ള ഒരാൾ എന്തെല്ലാം കഴിക്കണം, അങ്ങനെ ഒന്ന് പറഞ്ഞു തരും. അങ്ങനെ രാവിലെ പറയുന്നത് നേരത്തെ പിന്നെ നമ്മൾ തലേ ദിവസം കഴിച്ച ഭക്ഷണം ശരിക്ക് ദഹിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ നമ്മളൊരു സെൽഫ് അസസ്മെൻ്റാണ് ആയുർവേദത്തിൽ ആദ്യം പറയുന്നത്. ബാക്കി അതായത് നമ്മളിപ്പോൾ എണീക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ഡീപ്പ് സ്ലീപ്പാണ്. അത് തലേദിവസം കഴിച്ച ഫുഡ് കറക്റ്റായിട്ട് ദഹിച്ചിട്ടുണ്ട്, നമുക്കൊരു അബ്ഡോമൻ ഡിസ്റ്റൻഷനോ ഒരു ഫുൾനെസ്സോ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല ഒരു മോർണിംഗ്. എന്നിട്ട് നമ്മളിപ്പം ടോയ്ലറ്റ് പോകുന്നത്, അതേപോലെ ബാക്കിയുള്ള ശുചിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പല്ല് തേക്കുന്നത്, പല്ല് തേക്കേണ്ട രീതികൾ പറയുന്നുണ്ട്. അത് യൂസ് ചെയ്യേണ്ട, അതായത് കനീനഗ്ര സമസ്തൂലം സുകൂർച്ചം ദ്വാദശാങ്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഈ ബ്രഷുകളൊന്നും ഇത്ര ഇവോൾവ് അല്ലല്ലോ. അപ്പം അന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നെഗ്രോധ അങ്ങനെ ഓരോ കമ്പുകൾ പറയുന്നുണ്ട് ആയുർവേദ മരത്തിൻ്റെ. അങ്ങനെ ഓരോന്നിൻ്റെയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് തീരൂല. അപ്പോൾ അങ്ങനെ ഓരോ മരങ്ങൾ വെച്ചിട്ട് അതുകൊണ്ട് പല്ല് കറക്റ്റ് തേച്ചിട്ട് ആ ഒരു ദന്തധാവനം, പല്ല് നന്നായിട്ട് തേക്കുന്നതിൻ്റെ രീതികൾ. പിന്നെ നമ്മൾ ഈ കവിള് കൊള്ളുമ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ വെള്ളം കൊണ്ട് കവിളുണ്ട്, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് ഡെയിലി ഒരു മോർണിംഗിൽ കവിളുണ്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു സ്റ്റിമുലസ് ആണ്. നമ്മൾ കവിള് ജസ്റ്റ് ഇങ്ങനെ കൊപ്പിക്കുന്നതിന് പകരം നന്നായിട്ട് വായിൽ വെള്ളം വെച്ചിട്ട് കവിളം എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അത് അങ്ങനെ കവിളുള്ളുമ്പോൾ നമുക്കൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു സ്റ്റിമുലസ്, നമ്മൾ
ഇങ്ങനെ ആക്കുമ്പോൾ വായിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു സംഭവം നമ്മൾ മോർണിംഗിൽ തന്നെ ജസ്റ്റ് ഒരു സ്റ്റീംലെസ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് പിന്നെ എണ്ണ തേച്ച് കുളിക്കാനാണ് ആയുർവേദത്തിൽ പറയുന്നത് മോർണിംഗിൽ. അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഭ്യംഗമാചരേ നിത്യം, ഡെയിലി ഒന്ന് എണ്ണ തേച്ച്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആ രീതിയിൽ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് ആയുർവേദം പറയണേ? ഭക്ഷണം വയറ് നിറയെ കഴിക്കരുത്, വയറ് നിറയെ കഴിക്കരുത്. പിന്നെ നമ്മൾ കഴിച്ച ഫുഡ് ദഹിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രോപ്പറായിട്ടുള്ള വിശപ്പ് എത്തി എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഓരോരുത്തരുടെ അഗ്നിബലത്തിനനുസരിച്ച് കഴിക്കാനാണ് പറയുന്നത്. ഈ അഗ്നിബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് പവർ. ഇപ്പം ഗട്ട് ഹെൽത്ത് എന്ന് പറയില്ല, ഈ ഗട്ട് ഹെൽത്ത് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കൺസെപ്റ്റാണ്. ആക്ച്വലി ഗട്ട് ഹെൽത്ത് ഇൻഡിവിജ്വലാണ്. ആയുർവേദത്തിന്റെ ഒരു ബേസ് തന്നെ അതാണ് ആയുർവേദത്തിൽ. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് നമ്മൾ എഴുതി കൊടുക്കുന്ന മരുന്ന് സെയിം മെഡിസിൻ തന്നെ വേറൊരാൾ കഴിച്ചാൽ ഒരു പക്ഷേ എഫക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരെ അസസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ മരുന്ന് എഴുതുന്നത്. അപ്പം അതൊരു പക്ഷേ മറ്റൊരാൾക്ക് അതന്നെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു കൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഭക്ഷണത്തെ കുറിച്ച്, ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നാണ്, എന്തൊക്കെ കഴിക്കാം എന്നാണ് അത് അവരുടെ അഗ്നിക്ക് നമ്മൾ ഇന്നത് കഴിക്കണം. ഇപ്പോൾ ആയുർവേദത്തിൽ പലരും പറയുന്നുണ്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആയുർവേദത്തിൽ പിന്നെ നമ്മുടെ മാംസരസത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ഒരു അന്നപാന വിധി പറഞ്ഞിട്ട് വലിയൊരു ചാപ്റ്റർ ആയുർവേദത്തിലുണ്ട്. അതിൽ ഓരോ ദ്രവ്യങ്ങളെ പറ്റിയിട്ടുണ്ട്, പാലിൻ്റെ ഗുണങ്ങള്, അന്നപാന വിധി, ഭക്ഷണത്തിൻ്റെ അതായത് അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. ഒക്കെ ഇൻഡിവിജ്വലായിട്ട് ആക്സെപ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത്, ഓരോരുത്തർക്കും. അതായിരിക്കും നല്ലത്. എന്നാലും ഈ പൊതുവെ എന്താ പറയുക, വെജിറ്റേറിയനിസത്തിൻ്റെ ഒരാൾക്കാരായിട്ടാണല്ലോ ആയുർവേദക്കാരെ കാണുന്നത്. അപ്പോൾ ഈ മാംസവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മാംസം കഴിക്കാം? ഒരുവിധം എല്ലാ മാംസത്തിൻ്റെ ഗുണങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഉണ്ടല്ലേ? പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അജമാംസ രസായനം എന്ന് പറഞ്ഞ ഒരു സാധനം ആൾക്കാർ, അതെന്താ ശരിക്കുള്ളത് തന്നെ? അത് ആയുർവേദം തന്നെ. നമ്മൾ തന്നെ ഇപ്പം നമ്മൾ കിഴികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് മാംസക്കിഴി ചെയ്യും. അതായത് ആട്ടുമാംസം ചേർത്തിട്ട് മാംസം ഞവര ചെയ്യും. അതായത് ബ്രഹ്മണം, അതായത് ഒരു സ്ട്രെങ്തനിങ് എന്നുള്ള ലെവലിലേക്ക് വരുമ്പം നമ്മൾ ചെയ്യുക കുറച്ചുകൂടി മാംസരസങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. പിന്നെ അത് പറ്റാത്തവർക്ക് അത് ചെയ്യൂല, അതിന് പകരം നമ്മൾ നെയ്യുകൾ ഉപയോഗിക്കും. നെയ്യ് ഉപയോഗിക്കും. ഇനി അതും പറ്റാത്തവർ നെയ്യും എൻ്റെ മേല് തട്ടിക്കരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ്സ് തന്നെ ഉണ്ട്, നല്ല ബ്രഹ്മണായിട്ടുള്ള പ്രോപ്പർട്ടിയുള്ള ഗുണങ്ങളുള്ള ഞവര അരി പോലെ, അത് നമ്മൾ പാലിലൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ബ്രഹ്മണ സ്വഭാവം. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു രീതി വെൽനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്കിന്നിൻ്റെ ഒക്കെ ഹെൽത്തൊക്കെ നന്നായിട്ടിരിക്കണം എന്നറിയാം. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെയുള്ള കിഴികളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ ആളുകൾക്ക് എല്ലാ ദിവസവും ഒന്നും എണ്ണയിട്ട് കുളിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. കാരണം എല്ലാവരും ചെറിയ ഫ്ലാറ്റുകളിലും ഇതിലൊക്കെയാണ് താമസിക്കുന്നത്. പണ്ട് ഈ പഴയ ആൾക്കാരിൻ്റെ നാട്ടിലൊരു ചോയ്യായിട്ടുണ്ടായിരുന്നു. മൂപ്പര് രാവിലെ എണ്ണയിട്ട് ഇറങ്ങി ഒരു കുറച്ച് കസരത്തൊക്കെ കാണിച്ച് തോട്ടിൽ പോയി കുളിക്കായിരുന്നു. ഇപ്പം അതൊന്നും സാധ്യമല്ല. അപ്പം അവർക്ക് ഇപ്പം മസാജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അതാണല്ലോ ഈ പഞ്ചകർമ്മ എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും ബോർഡ് കാണാം. എന്താണ് ഈ പഞ്ചകർമ്മ ചെയ്യുകയാണെങ്കിൽ കൊല്ലത്തിൽ എത്ര ചെയ്യണം, മാസത്തിൽ എത്ര ചെയ്യണം, അതല്ല ഈ മസാജിന് അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ തരുണി പോലത്തെ സെന്ററുകൾ. അതെ, അതാണല്ലോ നമ്മൾ പറയേണ്ടത്. അതെ. പഞ്ചകർമ്മ പറഞ്ഞാൽ ബോഡിയുടെ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളാണ്. അതായത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം, അങ്ങനെ ആ രീതിയിൽ. കാരണം വമനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഛർദ്ദിപ്പിക്കുക. ശരിക്കും ഛർദ്ദിപ്പിക്കുക. വിരേചനം എന്ന് പറഞ്ഞാൽ വായിലൂടെ മരുന്ന് കഴിച്ചിട്ട് വയറിളക്കുന്ന രീതി. വസ്തി പറഞ്ഞാൽ നമ്മൾ ആനൽ റൂട്ടിലൂടെ മരുന്ന് കയറ്റിയിട്ട് വയറിളക്കുന്ന രീതി. നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ മരുന്ന് കയറ്റുന്ന രീതി. അതേപോലെ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ എടുത്ത് കളയുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇതിനൊരു പൂർവ്വകർമ്മമുണ്ട്. ഇവിടെ എവിടെ നിങ്ങൾ അഭ്യംഗം കാണുന്നില്ല, എണ്ണിട്ടിട്ടുള്ള ഒഴിച്ചിൽ ഇല്ല, പക്ഷെ അതൊക്കെ ഇതിൻ്റെ പൂർവ്വകർമ്മങ്ങളാണ്. അതായത് നമ്മൾ ഇത് ചെയ്യേണ്ട പ്രധാന കർമ്മമാണ് ഇത്. പിന്നെ പശ്ചാത്കർമ്മം. നമ്മൾ പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ അതിന് 3 ഘട്ടങ്ങളാണ്. അതായത് മുന്നേ ചെയ്യേണ്ട ഒരു നമ്മളതിനെ പ്രിപ്പയർ ചെയ്യണം ബോഡിയെ. അപ്പം നമ്മളൊന്ന് ഛർദ്ദിപ്പിക്കണം. ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് ചിലർ ഛർദ്ദിക്കുമല്ലോ. ഇപ്പോൾ ഒരു വിഷം കഴിച്ച് അയാൾ ഛർദ്ദിക്കണം. ബോഡിയുടെ എന്താണ്, സെൽഫ് പ്യൂരിഫിക്കേഷനാണ്. ബോഡി സെൽഫായിട്ട് അതിനെന്തിനാണ്. അപ്പോൾ നമ്മൾ ആ ഛർദ്ദിപ്പിക്കൽ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ വിഷം അവിടെ നിൽക്കും. പെട്ടെന്ന് നിർത്താൻ പാടില്ല. ബോഡി ചെയ്യുന്നതിന് നമ്മളൊന്ന് എയ്ഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെടുത്ത് കളയണം.
എന്ന പോലെ നമ്മളെ ബോഡിയിലുള്ള നമ്മൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന ടോക്സിൻസും കാര്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടാവും. അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡായിട്ടാണ് ഇതിനെ കാണുന്നത് പഞ്ചകർമ്മ. അപ്പോൾ അതിൽ നമ്മളിപ്പം പൂർവ്വകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുക. അതിലാണ് നമ്മൾ സ്നേഹനം, സ്വേദനം, അതായത് എണ്ണ ഇട്ടിട്ടുള്ള അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓയിലേഷൻ ഉണ്ട്. ഇൻറ്റേർണലി നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ട് സ്നേഹപാനം എന്ന് പറയും. അതായത് എണ്ണ കൊടുത്തിട്ടുള്ളതുണ്ട്, നെയ്യ് കഴിപ്പിച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യാവാം, എണ്ണയാവാം, ഇതൊക്കെ കഴിപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ അവരെ വിയർപ്പിക്കും. ആ വിയർപ്പിക്കാനാണ് നമ്മൾ ഈ സ്റ്റീം ഇതൊക്കെ. ഇത് ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് സ്റ്റീം മാത്രം ചെയ്യണം. സ്റ്റീം ചെയ്യുമ്പോൾ ഓക്കെയാണ്, കാരണം നമ്മളെല്ലാം ഒറിഫൈസ് എല്ലാം ഒന്ന് ഓപ്പൺ ആവുകയാണ്, ബോഡി ഒന്ന് ലൈറ്റ് ആവും. കാരണം പലരും വേർക്കാത്ത അസുഖങ്ങളാണല്ലോ ഇപ്പോൾ ഉള്ളത്. കാരണം കാരണം കറക്റ്റായിട്ട് നമ്മളെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളിലൊക്കെ പലതും അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് രോഗാവസ്ഥയിലേക്ക് പോകുന്നത്, ടോക്സിൻസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പഞ്ചകർമ്മക്കുള്ള പ്രാധാന്യം കൂടി വരികയാണ്. സെൽഫ് പ്യൂരിഫിക്കേഷനാണത്. അത് നമ്മളിപ്പോൾ ഇത് ബോഡിയുടേതാണ്. ഇനി മൈൻഡിൻ്റെ സെൽഫ് പ്യൂരിഫിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ യോഗ അങ്ങനെയുള്ള നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ, പ്രെയറുകൾ വരുന്നത്. അതൊക്കെ ആ ഒരു രീതി എല്ലാം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ഒരു ഹെൽത്ത്നെസ് കിട്ടുള്ളൂ, ഒരു വെൽനെസ്, മൊത്തത്തിലുള്ളൊരു വെൽനെസ്. അതാണ് അതിൻ്റെ ഒരു മനസ്സിലായി. അപ്പോൾ ഇതിൽ ഇനി ഒരു ചോദ്യം എന്താ വെച്ചാൽ, ആയുർവേദം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന് എന്തൊക്കെയാ കാര്യം? കാരണം മാനസികം എന്ന് പറഞ്ഞിട്ടുള്ളത് ആയുർവേദത്തിന്റെ ഒരു നമ്മളിപ്പോൾ ഒരു 8 ബ്രാഞ്ചസിലുള്ളതിൽ ഒരു ബ്രാഞ്ചാണ് എന്തത് മാനസികാരോഗ്യത്തിന്റെ ശാസ്ത്രം. ഞാൻ ചോദിക്കണത്, ഈ കായ ചികിത്സ നമ്മളെ മോഹൻലാലൊക്കെ പറയുന്ന കായകൽപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ തന്നെ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കായകൽപ്പം ഉള്ളത്. കായ ചികിത്സ പറഞ്ഞാൽ നമ്മളൊരു ജനറൽ മെഡിസിൻ എന്നുള്ളത് ബോഡിയുടെ മൊത്തത്തിൽ അങ്ങനെ ഓരോ 8 ബ്രാഞ്ചസ് ഉണ്ട്. ആ 8 ബ്രാഞ്ചസിലാണ് പിന്നെ ഒരു പെട്ട മാനസികത്തിന്റെ ഒരു ഇത്. പിന്നെ ആയുർവേദത്തിലെ രോഗങ്ങളെ അതുപോലെ തന്നെയാണ്. നമ്മൾ ശാരീരികവും മാനസികം എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലാണ് രോഗങ്ങളെ തന്നെ പറയുന്നത്. അങ്ങനെ പറയുന്നത്. അതായത് പിന്നെ അതിൽ വേറൊരു ഇതും പറയുന്നുണ്ട്. ഇപ്പോൾ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ശാരീരാണ മാനസേന, ശാരീരിക രോഗങ്ങളാൽ മാനസികമായിട്ട് ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കുറേ പേർക്കുണ്ട്. ഇപ്പോൾ ലേഡീസിലൊക്കെ ഒരുപാട് പേർക്ക് ഫൈബ്രോമയാൾജിയ ഒക്കെ ഉണ്ട്. ഫൈബ്രോമയാൾജിയ പറഞ്ഞാൽ നമ്മൾ ഈ അതായത് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് പെയിൻസ് ഇങ്ങനെ ഉണ്ടാവും അവർക്ക്. അതിലൊക്കെ ശരിക്കും മൈൻഡും എഫക്റ്റഡ് ആണ്, അതുപോലെ ബോഡി എഫക്റ്റഡ് ആണ്. അപ്പം നമ്മളതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ അവരുടെ ബോഡിയുടെ ആ ഒരു അവസ്ഥേനെ മാത്രം ട്രീറ്റ് ചെയ്യില്ല, അവരുടെ മെൻ്റൽ ഹെൽത്തും കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ അത് രണ്ടും ഭയങ്കര ഇൻ്റർ റിലേറ്റഡ് ആണ്, മൈൻഡും ബോഡിയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ലെവലിലും ആ ഒരു രീതിയിൽ തന്നെ പോകണം. ഇപ്പോൾ സ്മൃതി മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആയുർവേദത്തിൽ നല്ല പൊട്ടൻ്റായിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് സ്മൃതി മെഡിറ്റേഷൻ അതെ, അതായത് അവരുടെ ഇപ്പോൾ ചിലർക്ക് ഒരു ക്രോണിക് ആയിട്ട് പെയിൻ ഉണ്ടാവും. ഒരു പക്ഷേ ഇവർ ഒത്തിരി ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ പെയിന് മാറിയിട്ടുണ്ടാവില്ല. അപ്പം എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല, എന്നിട്ട് എന്താ പെയിൻ മാറാത്തത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു 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 കോസ് അവിടെ ഉണ്ടാവും. ഒരു പക്ഷേ എന്തെങ്കിലും മുന്നുള്ള എന്തെങ്കിലും മൈൻഡിൽ വന്നിട്ടുള്ള ട്രോമകളാവാം, വേദനകളായിട്ട് വരും. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഓരോരോ അവസ്ഥകളിൽ നമുക്ക് വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ ബോഡിയിൽ. ഇപ്പോൾ പേടിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ റിലീസ് ആവുന്ന കുറേ ഹോർമോൺസും കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഇങ്ങോട്ടേക്കുള്ള ഒരു ഡിറേഞ്ച്മെൻറ്റ്സ് രോഗാവസ്ഥകൾ ഉണ്ടാക്കും. ആ രീതിയിലുള്ള രോഗങ്ങളുണ്ടാവും. അപ്പം ഓരോരുത്തർ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതിൻ്റെ ശേഷമാണ് എൻ്റെ ശരീരത്തിൽ ഇത്രയും നീര് വെക്കാൻ തുടങ്ങിയത്. ഈ സ്ട്രെസ് എന്നുള്ളത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളതിന് വെറും ആ ഒരു നീർക്കെട്ടിനെ കളയാനുള്ളത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അപ്പുറം കൂടെ അവരുടെ ആ സ്ട്രെസ്സിനെയും കൂടെ റിലീവ് ആക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നമ്മൾ ഇപ്പം ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലയിൽ തളം വെക്കുക, അതേപോലെ തലക്കുള്ള ധാരകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോയാൽ അവരുടെ അസുഖം പെട്ടെന്ന് ഇങ്ങോട്ട് കുറയുന്നതായിട്ട് കാണും. അങ്ങനെയുണ്ട്. ഇപ്പം ഇതിൽ ഇപ്പം ഈ മാനസിക രോഗങ്ങളെ കുറിച്ച് ആയുർവേദം പറയേണ്ടതാണല്ലോ. അപ്പം ഭ്രാന്തായി മാറിയ അവസ്ഥകളെ മാറ്റാൻ കഴിയുമോ?
ഓരോന്നിൻ്റെ അതിൻ്റെ സിവിയറിറ്റി കൂടി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാത്തിലും, അതായത് മുന്നത്തെ ഒരു കാലത്ത് ആയുർവേദത്തിൽ മാത്രമായിരുന്നു ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അലോപ്പതി, അതായത് അലോപ്പതി നമ്മൾ കൂടുതൽ യൂസ് മോഡേൺ മെഡിസിൻ്റെ ഇത് ചെയ്യേണ്ടടുത്ത് നമ്മൾ അതന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു എമർജൻസി കെയറിൽ ആയുർവേദത്തിനേക്കാളും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന മോഡേൺ മെഡിസിനിലാണ്. അപ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയരുത്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇപ്പം അതുപോലെ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ അത് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം, രണ്ടും കൂടെ ഒരു കമ്പൈനായിട്ട് പോയി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി വ്യത്യാസങ്ങളുള്ളത്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട് ആയുർവേദത്തിന്റെ കീഴിലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. കോട്ടകലൊക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ നടക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഈ ആയുർവേദത്തിൽ ഇനിയിപ്പം ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോഴത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ട്രെസ്സ് മൂലമാണ് ആൾക്കാർ. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫിന് എന്തെല്ലാം മാർഗങ്ങളാണ് ആയുർവേദത്തിലുള്ളത്? സ്ട്രെസ് റിലീഫിന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെസ്സായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ അവരെ ഒന്ന് കാമാക്കുക, അതായത് അവരുടെ പ്രശ്നം എന്താണെന്നൊന്ന് കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സൊല്യൂഷൻ അതിൻ്റെ ശേഷമുള്ളതല്ലേ. ഒരുപക്ഷെ പലരുടെ സ്ട്രെസ്സ് ഒന്നൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യമായിരിക്കും. ചിലരുടേത് പറഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ കൂടെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് ആ ഒരു തുറന്ന് സംസാരിക്കലിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലോ തീരുന്ന ലെവലിനേക്കാളും ഒന്നുകൂടി ഗ്രേഡ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒന്ന് നന്നായി സംസാരിക്കുക, അതിൽ തീരൂല. അപ്പോൾ അവർക്ക് അതിലൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളെ തരുണിയിലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഹെഡ് മസാജുകളുണ്ട്. ഹെഡ് മസാജ്, അതേപോലെ തലയിലേക്കുള്ള ധാരകൾ, തളങ്ങൾ, പിന്നെ ഇൻറ്റേർണൽ മെഡിസിൻസ് ആവശ്യമുള്ള കേസുകളിൽ ഇൻറ്റേർണൽ മെഡിസിൻ കൊടുക്കണം. മെഡിസിൻസ് ഉണ്ട്. അത് മാനസികത്തിൻ്റെ രീതിയിലേക്കാണ് നമ്മൾ അതിനെ കാണുന്നത്. സ്ട്രെസ് എന്നുള്ളത്, സ്ട്രെസ്സും മാനസികം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ടേമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ മാനസികം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ, ഇപ്പോൾ സ്ട്രെസ് അങ്ങനെ. ഇനിയിപ്പോൾ ആളുകളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഒബേസിറ്റിയാണ്. ഇപ്പം നമ്മളെ പഠനങ്ങൾ പറയണത് 21-ാം നൂറ്റാണ്ട് ഒബേസിറ്റിയുടെ, കഴിഞ്ഞ നൂറ്റാണ്ട് പട്ടിണിയായിരുന്നു, ഈ നൂറ്റാണ്ട് ശരിക്കും ആൾക്കാർക്ക് ഓവർ വെയ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഇപ്പം അതിന് ആയുർവേദം പറയുന്ന പരിഹാരം? നമ്മൾ ഓരോ മേഖലയും പരിശോധിച്ച് പോകുമ്പോൾ ഒബേസിറ്റി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും അതിൻ്റെ ഒരു ഇതിലേക്ക് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയണത് എന്താ വെച്ചാൽ, ഇപ്പം മൾട്ടിപ്പിളായിട്ട് വരുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസികളാണ്. അതായത് പട്ടിണി കൊണ്ടല്ല ആർക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നത്, ഭക്ഷണം കിട്ടാത്തവരില്ല. പക്ഷെ മുന്നത്തെ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞു അന്ന് പട്ടിണിയുടെ ഒരു കാലം, പക്ഷെ അന്നത്തേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പം വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി, കാരണം ഇത്ര റിച്ച്നെസ്സിൽ നിൽക്കുമ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പ്രോപ്പർ ഡൈജഷൻ്റെ ഒരു റോളുള്ളത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എണീറ്റ ഉടനെ നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളത്, നമ്മൾ തലേദിവസം കഴിച്ചത് കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ചിട്ടുണ്ടോ എന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് കറക്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ. അപ്പം ഈ രോഗികളിൽ തന്നെ കാണാം, വരികയാണെങ്കിൽ വലിയൊരു കെട്ട് ഷീട്ടും കൊണ്ടിട്ടാണ് വരിക. നമ്മൾ പല സ്ഥലത്ത് അവർ കാണിച്ചിട്ടുണ്ടോ, അത്രയും മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവും. അവരിലൊക്കെ നമ്മൾ ആദ്യം മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ടോക്സിറ്റി കളയാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക. കാരണം അവരുടെ ബോഡിയിൽ പിന്നീട് നമ്മൾ കൊടുക്കുന്ന മെഡിസിനെ അബ്സോർബ് ചെയ്യേണ്ടേ കറക്റ്റ്. ഒബിസിറ്റി പറയുമ്പോൾ അതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വിചാരിക്കും. കാരണം നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് എനർജി ആയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അവിടെ ആ ഒരു ഡൈജസ്റ്റീവ് എറർ എവിടെയോ വന്നത് കാരണം അതിൻ്റെ അക്യുമുലേഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യണത്, അത് പിന്നീട് ഒബിസിറ്റിയും അതേപോലെ വേണ്ടാത്ത രീതിയിലുള്ള ബോഡിയിലുള്ള എഡിമകൾ, അതായത് നീർക്കെട്ടുകളും കാര്യങ്ങളായിട്ട് വരുന്നത്. പല ഒബീസ് കേസുകളും പ്രത്യേകിച്ചും സ്ത്രീകളിലുള്ളത് നീർക്കെട്ടുകളായിരിക്കും. ഇവരിത് ഒബിസിറ്റി ആണെന്നുള്ളത് നമ്മളിപ്പം സാധാരണ ഇവരെല്ലാം നോക്കണ ആ ഒരു ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. അതായത് അവരുടെ ഒരു മൾട്ടിപ്പിൾ ലെവലിലുള്ള ഓരോ എങ്ങനെയാണ് ഓരോ ബൾക്ക്, തടി, തൂക്കം, അവരുടെ ടെക്സ്ചർ, അത് മാത്രം നോക്കിയിട്ടാണ്. ഹെൽത്തിന് പലരും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരാൾ നല്ല തടിയുണ്ട് പക്ഷെ അയാൾ നല്ല ഹെൽത്തിയാണ്. തടിയുള്ള ആൾ ഹെൽത്തി ആയിട്ടുള്ള തടിച്ച ആളുകളില്ലേ. ഒരാൾ നല്ലോണം മെലിഞ്ഞിട്ടാണ് പക്ഷെ അയാൾ കാണാനും നല്ല ഓക്കെയാണ്, നല്ല ക്യൂട്ടാണ്, ബോഡി ഓക്കെയാണ്, ബോഡി ടെക്സ്ചർ ഓക്കെയാണ്, ഷേപ്പ് ഓക്കെയാണ്, പക്ഷെ അയാൾക്ക് തീരെ ആരോഗ്യമില്ല. ഇതിലേതാ വെച്ചോ?
ആ മറ്റേ തന്നെ മെച്ചം. അതെ അതെ അതെ. അതായത് മെയിനായിട്ട് നമ്മൾ ഈ ഒബിസിറ്റി എന്നൊക്കെ പറയുമ്പോഴും അവരുടെ കപ്പാസിറ്റി, അവരുടെ ആരോഗ്യസ്ഥിതിയാണ് എങ്ങനെയാണെന്നുള്ള നോക്കുക. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള തടി കുറക്കാൻ സ്ഥൗല്യം എന്നാണ് ആയുർവേദത്തിൽ, സ്ഥൗല്യ ചികിത്സ തന്നെ പറയുന്നുണ്ട്. സ്ഥൗല്യം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഒബേസിറ്റിക്ക്. സ്ഥൂലത എന്നാണ് പറയുന്നത്, നമ്മൾ തടിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇത് കൂടാൻ മെലിഞ്ഞിട്ടുള്ളതിനെ തടിക്കാനും തടിച്ചവരെ മെലിയിക്കാനും വേണ്ടിയിട്ടുള്ളത് ചികിത്സകളുണ്ട്. അപ്പൊ അത് അവരുടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് അവർക്ക് ആ തടി വരാൻ കാരണം, എന്തുകൊണ്ടാണ്, വെറും ലൈഫ് സ്റ്റൈലാണോ? ഇപ്പൊ ചിലർ പറയും ഞാൻ വെള്ളം കുടിച്ചാൽ പോലും തടിക്കാണ് ഡോക്ടറെ, ഞാൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിൽ നമ്മൾ പിന്നെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥം ഉണ്ടാ? അപ്പോൾ അവരിൽ എന്തുകൊണ്ടാണോ അങ്ങനെ അവരിൽ ഒരു അക്യുമുലേഷൻ ആയിട്ട് വരുന്നത്, അങ്ങനെ ഒരു തടിയായിട്ട് വരുന്നത്, അപ്പോൾ ആ റീസൺ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റും അതേപോലെ എക്സസൈസുകളും പറഞ്ഞു കൊടുക്കുക. അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടെ ഇതായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ആകാൻ പറ്റും. അതാണ് കുറച്ചുകൂടി നല്ലത് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആരോഗ്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ എക്സസൈസ്, ഈ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ എങ്ങനെയാണ് ആരോഗ്യകരമായ എക്സസൈസ്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജിമ്മ് ആയുർവേദം എന്താ പറയുക ചെയ്യാൻ പറയുന്നുണ്ടോ? അത് റണ്ണിങ് എന്താണ് ശരിക്കും ആയുർവേദത്തിൽ എക്സസൈസിന് അർദ്ധശക്തിയ നിഷേവ്യസ്തു വ്യായാമം കുർവതസ്തത എന്നാണ്. അതായത് ഡെയിലി എക്സസൈസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഡെയിലി അർദ്ധശക്തി ഉപയോഗിച്ചിട്ട് ഫുള്ള് ശക്തി എടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അർദ്ധശക്തിയിൽ വ്യായാമം ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരാളെ കൊണ്ട് അയാളുടെ ശക്തിയിൽ കവിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരിക. അപ്പം അവരുടെ ബോഡിയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മളടുത്തൊക്കെ ചിലർ പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് അപ്പോഴേക്ക് ക്ഷീണം വരികയാണ്, തളർച്ച വരികയാണ്, 2 ദിവസം ചെയ്താൽ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഭവം ഇങ്ങനത്തെ കേസിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ളൊരു ആരോഗ്യത്തിലേക്ക് അവർ ആദ്യം എത്തിക്കണം, എന്നിട്ട് വേണം ജിമ്മിലേക്കൊക്കെ പറഞ്ഞയക്കാൻ. അല്ല ജിമ്മിന് പോകുന്നതുകൊണ്ടല്ല, അതിൽ ചെറിയ ചെറിയ രീതിയിൽ അവർ ചെയ്യാം, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ജിമ്മിനെ എതിർക്കല്ല, അത് നല്ലൊരു തന്നെയാണ്, കുഴപ്പമില്ല. അവർ അതിലേക്ക് എത്തിച്ചിട്ട് അവർ ഹെൽത്തി ആക്കിയിട്ട് വേണം എന്തിലേക്ക് ഉണ്ടത് അത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു പെരിഫറലായിട്ട് ഒരു പുറത്തുനിന്ന് നോക്കുന്ന രീതിയിലേക്ക് മാത്രമായിട്ട് ഇത് മാറുമ്പോഴാണ് ഇതിലൊക്കെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഒരുപക്ഷെ നല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഒക്കെ നന്നായിട്ടുള്ള ഒരാളാണ്, അവരുടെ ലിഗമെൻറ്റ്സ് ഒക്കെ വളരെ ലാക്സാണ്. അതായത് നമ്മൾ മസിൽ എല്ലിനോട് കണക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ എടുപ്പിച്ചാൽ അവരെന്തായാലും തളർച്ച ഉണ്ടാവും. അവർക്ക് ഓൾറെഡി അവരെ കൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് നടക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം പലപ്പോഴും ഉണ്ട് ഈ ഗ്രോയിങ് സ്റ്റേജിലില്ലേ കുട്ടികളിൽ, നമ്മൾ ഒരു ടീനേജേഴ്സിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, കാരണം അവരുടെ ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ അവർക്ക് അത്രയും വൈറ്റമിൻ ലെവലും അത്രയും ഒന്ന് നമ്മൾ ഹോർമോണൽ ചേഞ്ച് അത്രയും വരുന്നൊരു സമയമാണ്. പിന്നെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും കൂടെ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ഏജാണ് ടീനേജ്. അപ്പോൾ ടീനേജേഴ്സിലൊക്കെ വരുന്ന ക്ഷീണങ്ങൾ പലപ്പോഴും രക്ഷിതാക്കൾ എന്താ പറയുക അറിയോ, നീ വെറുതെ ഇരുന്നിട്ടാണ്, ഫോണിൽ കളിച്ചിട്ടാണ്, വെറുതെ ഇരുന്നിട്ട്. ആക്ച്വലി അവർക്ക് ക്ഷീണം ഉണ്ടാവും. പലരും ഇപ്പോൾ നമ്മൾ OP യിലൊക്കെ വരുമ്പം കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇവർ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യണം, എന്നാൽ ഞാൻ നാളെ മുതൽ ഞാൻ ആക്റ്റീവ് ആവട്ടെ, ഞാൻ ജിമ്മിന് പോയി ചേരട്ടെ, ആ രീതിയിലൊക്കെ പോകുമ്പോഴേക്ക് ഇവർ വളരെ വീക്കാവും. അപ്പോൾ ഇത് ഇവരുടെ മടിയായിട്ടാണ് പാരൻസ് കാണുക. അതിന് പോലും മടിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ മടിയല്ല, അവരുടെ ബോഡി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് അതിൽ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഏറ്റവും നല്ലത്. എന്നാലും സാധാരണ നടത്തത്തെ കുറിച്ച് എന്താണ് ആയുർവേദം പറയുന്നത്? നടക്കണം. നമ്മൾ ഒന്നും കൂടെ പറയണത് സ്പീഡിൽ ഒറ്റയടിക്ക് ഒത്തിരി നടക്കുന്നതിനേക്കാളും നല്ലത് പതുക്കെ പതുക്കെ നടക്കുക. നമ്മളെ ബോഡി അതിനോട് ട്യൂൺ ആവണം. ബോഡി റെഡി ആയി വരുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടുക. ഇപ്പോൾ ഒരാൾ നടക്കാൻ തുടങ്ങുകയാണ്, നാളെ തന്നെ 1 hour നടക്കരുത്. ആദ്യം എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് നടക്കുക, ഇതിൽ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അത് 15 ആക്കുക, 20 ആക്കുക, 25 ആക്കുക, അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടിയിട്ട് ഒരു 40+ മിനിറ്റ്സ്
നടന്നു തുടങ്ങിയാൽ നല്ലതാണ്. ഓട്ടത്തെ അത് സ്പീഡിലല്ല, കാരണം നമ്മൾ ഈ സ്പീഡിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഓക്സിജൻ ഡിമാൻഡ് വരികയാണ് അവിടെ. ആ ഓക്സിജൻ ഡിമാൻഡ് അക്യൂർ ചെയ്യാൻ നമ്മുടെ ബോഡി ഓക്കെ ആവണം. അപ്പോൾ ആദ്യം അതിലേക്ക് എത്തിച്ചിട്ട് നമ്മളിപ്പോൾ ഏതൊരു എക്സസൈസ് പറയുകയാണെങ്കിലും ആദ്യം ബോഡിയെ ആ എക്സസൈസ് ചെയ്യാനുള്ളൊരു ഹെൽത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിക്കണം. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെയാണ് ഈ യോയോ ടൈപ്പ് എപ്പോഴും ഗുണത്തേക്കാളും ദോഷമാണ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്യാം. അതായത് ഇപ്പം എന്നെക്കൊണ്ട് ഈ എക്സസൈസ് എന്നും തുടർന്ന് പോകാൻ പറ്റും, അങ്ങനത്തെ ചെയ്താൽ മതി. അതെ അതെ അതെ. അല്ലാതെ ഇപ്പോൾ ഒരാഴ്ച ജിമ്മിന് പോയാണ്ട് പിന്നെ നിർത്തുന്ന ആ പരിപാടി വേണ്ടല്ലേ. ഇപ്പം ഈ ഓട്ടത്തെക്കുറിച്ചുള്ള ആയുർവേദ കൺസെപ്റ്റ് എന്താ? അപ്പം ആൾക്കാർക്ക് മനസ്സിലാക്കും. നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, അതിലും തന്നെയാണ് നമ്മുടെ ശക്തി. എപ്പോഴും നമ്മുടെ ശക്തി. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നതിൽ സാറ് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ അതായത് എത്ര ഫുഡ് നമുക്ക് ദഹിപ്പിക്കാൻ നമ്മുടെ ബോഡിയിൽ കപ്പാസിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. മെയിൻ വേണ്ടത് സെൽഫ് അസസ്മെൻ്റ് ആണ്. നമ്മളെ ബോഡിയെ കുറിച്ചിട്ട് നമ്മളൊരു ഐഡിയ, എൻ്റെ ബോഡിയിൽ എവിടെയാണ് പ്രശ്നം, എന്തൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് പ്രോപ്പറായിട്ട് ഒരാൾക്ക് വിശപ്പുണ്ടോ, സമയത്തിന് എനിക്ക് വിശക്കുന്നുണ്ടോ, മൂത്രം കറക്റ്റായിട്ടാണോ പോകുന്നത്, അതായത് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് മൂത്രം പോകുന്നുണ്ടോ, മൂത്രം ഒഴിക്കുമ്പം പതയോ സ്മെല്ലോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ടോയ്ലറ്റ് ഹാബിറ്റ് അത് കറക്റ്റാണോ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇവാക്വേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം, ഇത് ഈ 4 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ബോഡി എന്താണ്, ഒരു ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ ഇമ്പയർമെൻറ്റ്സ് ആണ് നമുക്ക് ആദ്യം അസുഖങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ വരിക. ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്താൽ ഒരു പക്ഷേ വലിയ അസുഖങ്ങളിലേക്ക് പോണതിനെ പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഉറക്കം, ബവല്, അപ്പറ്റൈറ്റ്, വിശപ്പ്, ടോയ്ലറ്റ് പോകുന്ന ഒരു ഹാബിറ്റ്, ഡൈജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, പിന്നെ നമ്മുടെ മൂത്രമൊഴിക്കുന്ന രീതി, അതായത് അത് പ്രോപ്പറായിട്ട് യൂറിൻ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്, അതായത് നമുക്ക് ബേണിംഗ് സെൻസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ കളറ്, അതിൻ്റെ കൺസിസ്റ്റൻസി, മൂത്രമൊഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളത്, പിന്നെ ഉറക്കം. ഇത് 4 പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരാൾ അത്യാവശ്യം ഹെൽത്തിയാണ്. ഒരു ബേസിക് അസസ്മെൻ്റ് എന്നുള്ള രീതിയിൽ അതൊരു ബേസിക് നമ്മൾ സെൽഫായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉറങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട്, ആ ഉറക്കം കിട്ടുന്നത് ഡീപ്പാണ്, നമ്മളിപ്പോൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണീക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഒരു സെൽഫ് അസസ്മെന്റ് ആദ്യം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ആളുകളിൽ വലിയ തോതിൽ ഈ ഹോർമോൺ ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പം അത് ഡൈജഷനാണ് പ്രശ്നം. എന്തൊക്കെ തരം ഹോർമോൺ പ്രശ്നങ്ങളാണുള്ളത്, അതിൻ്റെ സിംറ്റം എന്തൊക്കെയാണ്, അത് ആളുകളിൽ എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യുക, അതൊന്നും ആൾക്കാർക്ക് അറിയാത്തൊരു വിഷയമായിരിക്കും. ഹോർമോണിൻ്റെതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാരണത്താൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എല്ലാം ഡൈജഷൻ്റെത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ എത്താത്തതുകൊണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലത് ഒരു ബോഡി നാച്ചുറായിട്ടും വരും. ഇപ്പം നമ്മൾ പറയില്ല ഇഡിയോപതിക് എന്ന് പറയും, പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇത് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ലൈഫ് സ്റ്റൈല് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ പലരിലും ഇങ്ങനത്തെ ഹോർമോൺ ഇഷ്യൂസൊക്കെ കുറവാണ്. ഇനിയിപ്പം ചില വ്യക്തികളിൽ അത് അവരുടെ ഒരു നാച്ചുറൽ കാരണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരിൽ കാണിക്കുന്ന സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും, അവർ പറയുന്ന സിംറ്റംസ് ഉണ്ടാവല്ലോ, ഇപ്പം നമ്മളെടുത്ത് വന്നിട്ട് അവർ പറയുന്നുണ്ട് അവർക്ക് കംപ്ലീറ്റ് പെയിനുകൾ അല്ലെങ്കിൽ ഇപ്പം അവിടെ ഇവിടെ നീർക്കെട്ടുകൾ, ആ ഒരു ഓരോ ഹോർമോൺസിനെ സംബന്ധിച്ചിട്ടും അത് ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻസിൽ വ്യത്യാസങ്ങൾ കൂടുമ്പോഴും കുറയുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രോഗി വന്ന് പറയുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുക, അസസ് ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ കാണുകയാണെങ്കിൽ അതിൻ്റെ റിവേഴ്സലാണ് നമ്മൾ ചിന്തിക്കുക. അതായത് ഇപ്പം നമുക്കിപ്പം ഒരു ചെറിയത് പറയുകയാണെങ്കിൽ ഇപ്പോൾ തൈറോയ്ഡ് ഇമ്പയർമെൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തൈറോയ്ഡ് TSH ഒക്കെ നല്ല കൂടിയിട്ടുള്ള കേസുകളുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് അത് മരുന്ന് ഇതിൽ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഡോക്ടറെ അടുത്ത് മാത്രമല്ല കാര്യമുള്ളത്, രോഗിൻ്റെ അടുത്തും കൂടെ ഉണ്ട്. കാരണം ബിഷക് വശ്യനായിരിക്കണം രോഗി, അതായത് ബിഷക് വശ്യൻ എന്ന് പറയും. അതായത് നമ്മൾ പറയുന്നതിനെ കേൾക്കാനും അത് അതുപോലെ
ചെയ്യാനും താല്പര്യമുള്ള ഉള്ള ആ ആളായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു രോഗിനോട് നിങ്ങൾ അത് ചെയ്യരുത് കാരണം ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടല്ല അത്, അത് ആ രോഗിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ഫോളോ ചെയ്ത് അവരും കൂടെ ഹെൽപ്പ് ചെയ്താലേ നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് അത് കൂടി. കാരണം ഇപ്പോൾ TSHൻ്റെ ഒക്കെ ലെവൽ നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ വല്ലാതെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടാൻ എന്തുകൊണ്ടാണ്, അവിടെ തൈറോയ്ഡ് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അതുകൊണ്ടാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അങ്ങനെ കൂടി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീആക്ടിവേഷൻ ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ എന്താണ് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്ത് ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് നമ്മൾ മെഡിസിൻ നിർത്തുന്ന ലെവലിലേക്ക് വരെ എത്താറുണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ സുഖമായിട്ട് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്ന രോഗങ്ങളുണ്ട്, സുഖസാധ്യം, സാധ്യം, നമ്മൾ കഷ്ടപ്പെട്ട് ചികിത്സിച്ച് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ നമ്മളതിനെ യാപ്യം എന്ന് പറയും, നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ചില ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഒന്നും നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ഒരുപക്ഷെ മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേജ് കട്ടിങ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്കൊരു അസുഖമുണ്ട്, ഇപ്പം ഇൻ കേസ് നമുക്കിപ്പോൾ ഷുഗറുള്ള ആളുകൾ പലപ്പോഴും അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് നമ്മൾ ന്യൂറോപ്പതി, റെറ്റിനോപ്പതി ഇങ്ങനെ ഓരോരോ ലെവലിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ആ സ്റ്റേജിലേക്ക് പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തടഞ്ഞ് നിർത്താൻ പറ്റും. അവരുടെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഇപ്പം സർക്കുലേറ്ററി പ്രോബ്ലങ്ങളാണ് മെയിനായിട്ട് ഈ ഷുഗർ പേഷ്യൻസിലൊക്കെ കാണുന്നത്. നമുക്ക് അവരുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന രീതികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എവിടേക്കാണ് അവർക്കൊരു സർക്കുലേറ്ററി എറർ വരുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് എറർ വരുന്നത് അതിനെ നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് സ്റ്റിമുലസും എനർജി മാനിപ്പുലേഷനും അതുപോലെ തന്നെ നമ്മൾ മർമ്മ മാനിപ്പുലേഷൻസൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് സർക്കുലേഷനും കാര്യങ്ങളും കൂട്ടിയിട്ട് അവരുടെ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് അവരെത്തുന്നതിന് നമുക്ക് തടയാൻ പറ്റും. ഒരു കമ്പൈനായിട്ട് പോകേണ്ട ഒരു ചികിത്സയാണ് ശരിക്ക് ഇതിലൊക്കെ വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രഷറുള്ള പേഷ്യൻസ്, ഷുഗറുള്ള പേഷ്യൻസ്, അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവർ, ഇവരിലൊക്കെ മെയിനായിട്ട് വരില്ല എന്താ വെച്ചാൽ കണ്ടക്റ്റീവ് എറേഴ്സാണ്. നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പ്രോപ്പറായിട്ട് സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മൾ നെർവ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് എത്താതെ അതിനെ നമുക്ക് നന്നായിട്ട് അഡ്രസ്സ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. അപ്പം നമ്മൾ അലോപ്പതിയുടെ അതായത് മോഡേൺ മെഡിസിൻ അവർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതും കൂടെ അതിൻ്റെ കൂടെ പോയിട്ട് രണ്ടും ഒരുമിച്ച് പോയിട്ട് അവർക്ക് നല്ലൊരു ലൈഫ് അവർക്ക് അറ്റൈൻ ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഡയബറ്റിക്സ് ആണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതൊക്കെ. ഡയബറ്റിക്സ് വലിയ പ്രശ്നമാണ്, എല്ലാവരും ഡയബറ്റിക് ആകുക. ഇത് വാപ്പയും ഉമ്മാക്കും ഡയബറ്റിക്സ് ഉണ്ട്, അടുത്ത ആൾക്കാർക്ക് എന്തായാലും വരും. ശരിക്കും എന്തുകൊണ്ടാണ് ഡയബറ്റിക്സ് ഉണ്ടാകുന്നത്? അതല്ല അതിനെ തുടക്കത്തിൽ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടോ, എന്താണ് അതിൻ്റെ? ഡയബറ്റീസ് നമുക്ക് തുടക്കത്തിലേ കണ്ടാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി തുടക്കത്തിലല്ല, നമ്മൾ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിലും ഇപ്പം വാപ്പക്കും ഉമ്മക്കും ഡയബറ്റീസ് ഉണ്ട്, നമ്മൾ ഡയബറ്റീസിനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം കാരണം ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഡയബറ്റിക് ആവില്ല. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ശാസ്ത്രത്തിന് പറയുന്നുണ്ട്, നമ്മൾ ബലി കർമ്മകാരോ ഹി ദൈവം അപ്യഭികൃത്യതെന്ന്. അതായത് ശക്തമായ ക്രിയാക്രമങ്ങളാൽ നമുക്ക്, അതായത് ഫാമിലിയലായിട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഇപ്പം നമ്മൾ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ഒന്നും കൂടി കോൺഷ്യസ് ആവണം, പ്രിപ്പയർഡ് ആവണം. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്വസ്ഥിരക്ഷണം എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരാളുടെ ആരോഗ്യമുള്ള ഒരു അവസ്ഥേനെ നമ്മൾ നല്ല രീതിയിൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പം നമുക്കൊരു ഒരാൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡയബറ്റിക് വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യണം, ആദ്യമേ ഒന്ന് ട്യൂൺ ചെയ്തിട്ട് നമ്മൾ ഡയബറ്റീസിൻ്റെ സാധ്യതകൾ ഒഴിവാക്കണം. അത് ഫുഡിൽ മാത്രം പോരാ, ഫുഡിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഫുഡ് മാത്രമല്ല, അവരുടെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് വരുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം. അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി ഒരു സെൽഫ് അസസ്മെൻറ്റ്. ആയുർവേദത്തിൽ ശരിക്കും 20 ടൈപ്പ് പ്രമേഹം പറയുന്നുണ്ട്. 20 ടൈപ്പോ? നമ്മൾ പ്രമേഹത്തിൻ്റെ ഓരോ അവസ്ഥകളും കാര്യങ്ങളും അതിൻ്റെ ഒരു സിവിയറിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് അത്രയും പേരുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം നമ്മളൊരു കോമൺ ടേം പറയുമ്പം ഞാൻ ഡയബറ്റിക് ആണ്, പലരും ഒരു അംഗീകാരം പോലെ ഒരു ക്രെഡിറ്റ് പോലെയൊക്കെയാണ് പറയുന്നത്.
അപ്പം നമ്മൾ അവരുടെ കണ്ടീഷന്, അതായത് ഇപ്പോൾ നമുക്കൊരു ഡയബറ്റിക് ഫാമിലി ഹിസ്റ്ററി വരാനുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പ്രോപ്പർ എക്സസൈസുകൾ, അതുപോലെ അവരുടെ ഒരു ഡയറ്റും കാര്യങ്ങളും, പിന്നെ ഒരു ഡെയിലി ഒരു സെൽഫ് അസസ്മെൻറ്റ്, നമ്മളൊരു ബോഡിയെ കുറിച്ചിട്ട് ഡെയിലി നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പ്രോപ്പർ മെയിൻ്റനൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 98% നമുക്ക് ഡയബറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ശരി. പിന്നെ നമ്മളൊരു 2% അവിടെ ഇട്ടെന്താന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ ഒരു എല്ലാം ശ്രദ്ധിച്ചിട്ടും വന്നു എന്നുള്ള പറയുന്നത്, അതിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് അതിൻ്റെ സിവിയാരിറ്റി വളരെയധികം കൺട്രോൾ ആക്കാൻ പറ്റും. പിന്നെ ഡയബറ്റീസ് കൊണ്ട് ഒരാൾ പെട്ടെന്ന് നാളെ മരിച്ചു പോയിട്ടുള്ള ആളുകൾ അതിനെ ഭയക്കുന്നത്. അതിലെന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരുപാട് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഫ്രീഡം അതുണ്ട്. പിന്നെ നമുക്ക് ഒരു അവരുടെ ഒരു സ്റ്റാറ്റസ് ഓഫ് ലിവിങ് ഒത്തിരി മാറുകയാണ്. അപ്പോൾ അവിടത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അവരുടെ ഒരു നോർമൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പം മുന്നേ നമുക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഇപ്പം ഡയബറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് തരിപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന, അതായത് അവർ കുറേ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും ഹെൽത്തിൽ. ആ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന പല കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസുകളിൽ നമുക്ക് മെഡിസിൻ നിർത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്താനും പറ്റാറുണ്ട്. അതിന് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിൻ്റെയും കൂടെ ഒരു കോപ്പറേഷൻ നമുക്ക് വേണം. അവർ നമ്മളോട് പ്രോപ്പറായിട്ട്, കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് അവർ പിറ്റേന്ന് പോയിട്ട് നല്ല അടപ്പായസൊക്കെ ഉണ്ട് അതൊക്കെ കുടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഷുഗറായിട്ട് ബന്ധമുണ്ടോ? ഷുഗറായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഈ നമ്മുടെ ചോറ്, ഐ മീൻ റൈസ് ആണ് ഇതിന്റെ ഒരു പ്രധാന കാരണം എന്നൊക്കെ പറയുന്നത്. എന്താണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അത്രയും എത്തല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ എല്ലാം ഫുള്ള് ഹെവി ഫുഡൊന്നും കഴിച്ചിട്ടല്ല, ഷുഗർ ആണെങ്കിലും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് എത്തുമ്പം അത് പ്രോപ്പറായിട്ട് നമുക്കത് ഫുള്ളി ഒരു എനർജി ലെവലിലേക്ക് പോവാതെ അവിടെ അക്യുമുലേഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു ഡയബറ്റീസ് വരാം, കൊളസ്ട്രോൾ വരാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പേർക്ക് മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാറുണ്ട്. അതായത് പല മരുന്നുകളും സൈഡ് എഫക്റ്റ് ആയിട്ട് ഡയബറ്റീസും കാര്യങ്ങളും വരും. മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റിവേഴ്സൽ ഓഫ് ദ കോസ്, എന്താണ് ആ കാരണം കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഈ പേഷ്യൻറ്റിന്, കാരണം അത് നമുക്ക് അവരെ അസസ് ചെയ്ത് പ്രോപ്പറായിട്ട് അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ അവർക്ക് എത്രത്തോളം ഇതിൻ്റെ അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എത്രത്തോളം ബാധിക്കാൻ സാധ്യത ഉണ്ട്, കണ്ടക്റ്റീവ് എറർ വരുന്നുണ്ടോ, അവർക്ക് ന്യൂറോപ്പതിക്ക് എന്തെങ്കിലും ചാൻസുകൾ വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ നോക്കിയിട്ട് അതിനെയും കൂടെ എയിം ചെയ്തിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ലൈഫിലും അതുപോലെ മാറ്റം വരും. ഇതിപ്പം ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഒരു ആയുർവേദത്തിൻ്റെ ഒരു തന്നെ അതാണ് പെട്ടെന്നുള്ള റിസൾട്ടുകൾ നമുക്ക് കൊടുക്കാൻ. പക്ഷെ എന്നാലും ചില കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്നുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ മർമ്മം, വിദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. കാരണം ചില മർമ്മ പോയിന്റ്സ്, മർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പൊട്ടൻ്റായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഒരു സ്പീഡായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും. അല്ലാത്ത കേസിൽ നമ്മൾ എന്തായാലും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് കഴിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസ് വരികയാണ്, അവർക്ക് നടക്കാൻ പറ്റുന്നില്ല മെയിനായിട്ട്. കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരു ഡയബറ്റീസോ എന്ത് ന്യൂറോപ്പതിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ്, നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം എന്തുകൊണ്ടാണ് അവർക്കത് വന്നത് എന്നുള്ള ആ കോഴ്സ് നമ്മൾ അസസ് ചെയ്യും. ആദ്യം പേഷ്യൻറ്റിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കോഴ്സ് അസസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ലൈന് വരികയാണെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ ഒരു പഞ്ചകർമ്മ നമ്മൾ ഉഴിച്ചിൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ മാറാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ് ഫേസിൽ നമ്മൾ കൊടുക്കുക അവരുടെ ഇത് വന്നത് കാരണമുള്ള കണ്ടക്ഷനിലും കാര്യത്തിലും എവിടെയൊക്കെ വന്നിട്ടുള്ളത് അതിനെ കറക്റ്റ് ചെയ്യണം. തേർഡ് ഇതിലേക്ക് നമ്മൾ വെക്കുമ്പോൾ പിന്നീട് ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ്. ഈ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ സ്ട്രെങ്തനിങ് പിന്നീട് വരാനുള്ള സാധ്യത കുറക്കുക. പിന്നെ ഈ ഒരു സംഭവങ്ങൾ വന്നത് കാരണം അവർക്ക് എവിടെയൊക്കെയാണോ ഇപ്പം ചില മസിൽസിലോ ചില വേസ്റ്റിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഒരു റീജനറേഷൻ, നമ്മൾ ആയുർവേദത്തിൽ പോകുമ്പോൾ രസായനം ആ രീതിയിലൊക്കെയുള്ള ചികിത്സകൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പറായിട്ട് നല്ലൊരു ഹെൽത്തി ആക്കിയിട്ട് അവരെ വിടുക. അതിന് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ ഒരു
സമയം അവർ തരുകയും വേണം. അത് അത്രയും സമയത്തിൽ അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ പറയുന്ന രീതിയിൽ ഒരു കോപ്പറേറ്റ് ചെയ്യണം. കാരണം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ല ചേഞ്ചസ് നമുക്ക് അവർക്ക് എത്തിക്കാൻ പറ്റും.